ഉദ്ധിതനായ യേശു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉയർപ്പ് ഞായറായ ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം റിസറക്ഷൻ, വിക്ടറി ഓവർ ഡെത്ത്. ഉയർത്തെഴുന്നേൽപ്പ്, മരണത്തിന്മേലുള്ള ജയം. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവും യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിജയമാണ്. അതൊരു സത്യവും പ്രത്യാശയുമാണ്. ഫാദർ ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഉറ്റവരുടെ മരണം വരുമ്പോൾ മുമ്പോട്ട് പോകുവാനാവാതെ മരണത്തിന് പരിഹാരമില്ലെന്ന മട്ടിൽ നമ്മൾ തളർന്നും തകർന്നുമൊക്കെ നിന്നു പോവുകയാണ്. ഭൂമിയിലുള്ള എല്ലാ താഴിനും ഒരു താക്കോൽ ഉണ്ടാവണം. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ നിരാശകൾക്കും നിശ്ചയമായിട്ടും ഒരു പരിഹാരമുണ്ടാവണം. അങ്ങനെയെങ്കിൽ മരണത്തിന് പോലും പരിഹാരമുണ്ട്. മരണത്തിനപ്പുറവും ചില കാര്യങ്ങൾ മനുഷ്യനെ കാത്തിരിപ്പുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഈസ്റ്റർ വന്നെത്തുന്നത്. എല്ലാറ്റിനും പരിഹാരമുണ്ടെന്ന സുവിശേഷമാണ് ഈസ്റ്ററിൻ്റെ സുവിശേഷം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ വെറും ഒരു ചരിത്ര പുരുഷൻ മാത്രമായി മാറിയനെ. ശാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും ശലോമയും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി കല്ലറയിലേക്ക് പോയി. കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതും തങ്ങളുടെ നാഥനെ കാണാതെ ഇരിക്കുന്നതും അവരിൽ ഭയമുളവാക്കി. എന്നാൽ ഉത്ഥാനത്തിൻ്റെ വാർത്ത ആദ്യം ശ്രവിക്കുവാൻ കഴിഞ്ഞത് ആ സ്ത്രീകൾക്കാണെന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, മരണത്തിന്മേലുള്ള വിജയം. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വാക്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ശൂന്യമായ കല്ലറ ഒരു സത്യമാണ്. നമ്മുടെ കർത്താവ് നമുക്കായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിൽ വിജയം കൈവരിച്ച കർത്താവ് നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കുവാൻ നമ്മോട് കൂടെയുണ്ട്. രണ്ടാമതായി, നിരാശയ്ക്കുമേലുള്ള പ്രത്യാശ. സ്ത്രീകൾ കല്ലറയിലേക്ക് പോയപ്പോൾ അവരുടെ ഹൃദയം ദുഃഖം നിറഞ്ഞതായിരുന്നു. അവർ നിരാശയോടെയാണ് എണ്ണ പൂശാൻ പോയത്. എന്നാൽ ആ യാത്ര പ്രത്യാശയുടെ തീരത്താണ് അവരെ എത്തിച്ചത്. നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, പാപഭാരത്തിന് നടുവിൽ നിരാശയുടെ കല്ലുകളെ നീക്കി നമുക്ക് മുമ്പായി നടന്ന് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. മൂന്നാമതായി, പുതുജീവിതത്തിലേക്കുള്ള വിളി. ഉയർത്തെഴുന്നേൽപ്പ് യേശു ദൈവപുത്രനെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മരണം ഒരു അവസാനമല്ല, പുതുജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ് എന്നിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം ഭയപ്പെട്ട സ്ത്രീകൾ പിന്നീട് വിശ്വസിക്കുന്നു. ഭയം വിശ്വാസമായി മാറിയപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും പുതുജീവിതത്തിലേക്ക് വിളിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്കും ധൈര്യമായി പറയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നമുക്ക് ജയമുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മരണത്തിന്മേൽ വിജയം നേടി ഞങ്ങളുടെ പിതാവേ, നിന്റെ മരണത്താൽ നീ ഞങ്ങളെ ജീവിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ഇരുട്ടിൻ്റെ ഉള്ളറകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം. വിശ്വാസത്തോടും പ്രത്യാശയോടും ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. ആമേൻ.